അമ്മേന്റെ കാര്യം പറഞ്ഞല്ലോ, അമ്മ ഉണ്ടായിരുന്നപ്പോ എൻ്റെ അമ്മ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലായിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ഈ പരീക്ഷകളൊന്നും പാസ്സായി. വിദ്യാഭ്യാസവും പരീക്ഷയും തമ്മിൽ വലിയ ബന്ധമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായി? എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെയൊക്കെ സ്നേഹിക്കാനറിയാം, ഞങ്ങളെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്, ഞങ്ങൾ എന്ത് പറഞ്ഞാലാണ് പിണങ്ങുന്നത്, എന്ത് പറഞ്ഞാലാണ് ഇവൻ സ്നേഹിക്കുന്നത്, എങ്ങനെ പറഞ്ഞാലാണ്, അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പറയും, ഞാൻ 10ാം ക്ലാസ്സിൽ, അന്ന് മെട്രിക്കുലേഷൻ അതിന് പറയും, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നും 4 മണിക്ക് വന്നെന്നെ വിളിച്ച് ഉണർത്തും. നീ പഠിക്ക, എഴുന്നേൽക്ക്, പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിക്കണം, ജയിക്കണം. ഞാൻ എഴുന്നേൽക്കും, ഇച്ചിരൊക്കെ പോയൊക്കെ മുഖമൊക്കെ കഴിച്ചൊക്കെ വരും, അമ്മ അങ്ങ് പോവും, അന്നേരം ഞാൻ കിടന്നങ്ങ് ഉറങ്ങും. അതുകൊണ്ട് എൻ്റെ അമ്മ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഞാൻ ഉറങ്ങിയോ പഠിക്കുന്നു. അങ്ങനായി ഞാൻ ഇരുന്ന് പഠിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ ജയിച്ചത്. മനസ്സിലാവുന്നു? അപ്പോൾ എൻ്റെ അമ്മ ഞാൻ പരീക്ഷ ചെയ്യാൻ സഹായിച്ചത് എൻ്റെ സാറാണോ എൻ്റെ അമ്മയാണോ? രണ്ടുപേരും. സാറ് പഠിപ്പിച്ചില്ലായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ സാറ് പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ പോലെയല്ല. അപ്പോൾ അത് രണ്ടുപേരും. അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തിൽ എൻ്റെ അമ്മയുടെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, ഇതിനു മുമ്പേ എൻ്റെ അയൽവാസിയായ ഒരു പെൺകുട്ടി, എൻ്റെ പ്രായം, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുക. ഞങ്ങൾ ഈ അവധി ദിവസമൊക്കെ ഒരു ദിവസം ഞാൻ അവളെ വീട്ടിൽ കളിക്കാം, അവൾ എൻ്റെ വീട്ടിൽ വരും. ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ കളിച്ചു. ഉച്ചയായപ്പോൾ എൻ്റെ അമ്മച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, എടാ ഭക്ഷണം റെഡിയായി, ഭക്ഷണം കഴിക്കാൻ പാ, ഇനിയും കഴിച്ചേച്ച് പോയി കളിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, അവൾ തൊട്ടടുത്ത വീട്ടിൽ, എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിൽ കേൾക്കും, നീ പോയി ഭക്ഷണം കഴിച്ചേച്ച് പോവാ, ഞാനും പോയി ഭക്ഷണം കഴിച്ചേച്ച് വരാം, എന്നിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞു. വന്നു. അമ്മച്ചി ചോദിച്ചാൽ അവളെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ അവളവിടെ വീട്ടിൽ പോയി. അതല്ല, ഭക്ഷണം കഴിക്കാൻ. നീ എന്താ വിളിക്കാൻ? അവിടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. എടാ അത് മര്യാദയാണോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ഞാനിപ്പോൾ അങ്ങ് ഉണ്ണാൻ നടന്ന അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെയല്ല, നിങ്ങൾ ഒരുമിച്ച് കളിച്ചപ്പം വിളിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ട് ആണ് നിങ്ങൾ ഇന്നിവിടെ വന്നപ്പോൾ പഞ്ചസാരയും പാലും ഇല്ലാത്ത കാപ്പി നിങ്ങൾക്ക് തന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ പഞ്ചസാരയും പാലും ഉപയോഗിക്കുന്നില്ല, എങ്കിലും നിങ്ങളും അതിൽ അനുഭവിക്കുക എന്ന് പറഞ്ഞു തന്നത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അമ്മച്ചി വളരെ നേരത്തെ മരിച്ചുപോയി. ഞാൻ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റി പറയണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഓൾ ഇന്ത്യ റേഡിയോ ട്രിവാൻഡ്രം സ്റ്റേഷൻ എന്നോട് പറഞ്ഞു. ഞാൻ 2-3 കാര്യം പറഞ്ഞു. ഇപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അത് കേട്ട ഒരു മനുഷ്യൻ എന്നെ ഫോൺ ചെയ്തു. പറഞ്ഞു, അങ്ങയുടെ പ്രസംഗം ഞാൻ കേട്ടു. അങ്ങനെ എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, എന്നാൽ ആ പ്രസംഗം ഞാൻ കേട്ടു. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ആയിരിക്കുന്നത് അങ്ങയുടെ അമ്മ മൂലമാണ്. എനിക്ക് വലിയ സന്തോഷമായിപ്പോയി. അതായത് എന്നെ കേട്ട ഒരുത്തൻ പറഞ്ഞു, എൻ്റെ അമ്മ ആണ് നിന്നെ സഹായിച്ചത്. അത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ചോദിക്കും, ഈശ്വരൻ എന്നോട് പറയുന്നു ഞാൻ മോക്ഷത്തിൽ ചെല്ലുമെന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അവിടെ ചെന്ന് കുറച്ചാണ്ട് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ സ്നേഹമാകും, ഇപ്പോൾ ഉള്ളത് കൂടിയ. അപ്പോൾ ഈശ്വരൻ വന്ന് പറയും, അല്ല കുഞ്ഞെ, നിനക്ക് എന്നാ ഒരു വരം വേണം? ഞാനൊരു വരം ഇപ്പോൾ ആചരിക്കാം. നിന്നെ ഞാൻ 6 മാസം ലോകത്തിലേക്ക് അയക്കാം. നിനക്ക് അവിടെയൊക്കെ ഇഷ്ടം പോലെ നടക്കാം, കാറ് വേണോ എന്തോ വേണോ അതൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞാൽ നിനക്ക് എവിടെ ജനിക്കണം, ആരുടെ മകൻ, അത് നീ പറയുന്ന ആളുടെ മകൻ.
ഒബാമയുടെ മകനാണ് ഞാൻ അതിന് ഇടപാട് ചെയ്തത്, ദൈവമല്ലേ വലുതായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്നെ വളർത്തിയ എൻ്റെ അമ്മച്ചിയുടെയും എന്നെ വളർത്തിയ എൻ്റെ അപ്പച്ചൻ്റെയും മകനായി എനിക്ക്. ഒബാമ വേറെ മക്കളെ കണ്ടുള്ളൂ, മനസ്സിലായോ? അതുപോലെ എനിക്ക് അവരെ അവിടെ കടപ്പാടുമുണ്ട്. അവരെന്നെ അടിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ചിലത് മനസ്സിലാക്കാതെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഇതിനേക്കാൾ എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.